വെൽക്കം ടു ഇമ്പൾസ്. സോ നമ്മൾ നോക്കാൻ പോകുന്നത് ആൽക്കീൻസിന്റെ പാർട്ട് 2 ആണ്. സോ ഓൾറെഡി നമ്മൾ ആൽക്കീൻസിന്റെ പാർട്ട് 1 നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്താണ് സൈക്ലോ ആൽക്കീൻ, എന്താണ് ആൽക്കീൻ നോക്കിയിരുന്നു. സോ കുറച്ച് കാര്യം സെയിം തന്നെയാണ്, വേറെ വ്യത്യാസമൊന്നുമില്ല. സോ ബേസിക്കലി ആൽക്കീൻസ് എന്താണ്, അൺസാച്ചുറേറ്റഡ് അലിഫാറ്റിക് ഹൈഡ്രോ കാർബൺസ് ആണ്. 2 ഹൈഡ്രജൻ ആറ്റം ആൽക്കീൻസിനേക്കാൾ കുറവാണ് എന്നുള്ളതാണ്. അത് മാത്രമല്ല പ്രസൻസ് ഓഫ് ഡബിൾ ബോണ്ടും കൂടെ ഉണ്ട് എന്നുള്ളതാണ്. സോ ജനറൽ ഫോർമുല CnH2 തന്നെ ആയിരിക്കും. സോ N=2 3 4 എന്നുള്ള രീതിയിൽ മാറിക്കൊണ്ടേയിരിക്കും. സോ ഇത് ബേസിക് കാര്യമാണ്, നമ്മൾ ഓൾറെഡി ഇത് ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പോൾ വീണ്ടും വീണ്ടും പറയേണ്ട ആവശ്യമില്ല. സോ നോമൻക്ലച്ചർ നിങ്ങൾ വായിച്ചു നോക്കുക അതെങ്ങനെയാണ് എന്നുള്ളത്. നെയിമിങ്ങും കൊടുത്തിട്ടുണ്ട്. സോ നെയിമിങ്ങും ഒക്കെ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ നോർമലി വായിച്ചു നോക്കുക. അതൊക്കെ നിങ്ങളുടെ ഭാഗത്ത് ഞാൻ വിട്ടിരിക്കുകയാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് നമ്മൾ നോക്കാൻ പോകുന്ന ഹൈബ്രിഡൈസേഷൻ ഇൻ ആൽക്കീൻസ് ആണ്. സോ sp2 ഹൈബ്രിഡൈസേഷൻ ഇൻ എത്തിലിൻ ദ കാർബൺ ആറ്റം ആർ sp2 ഹൈബ്രിഡൈസ്ഡ്. സോ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് എത്തിലിൻ വെച്ചിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. sp2 ഹൈബ്രിഡൈസേഷൻ ഇൻ എത്തിലിനെ നമ്മൾ നോക്കാൻ പോകുന്നത്. കാർബൺ ആറ്റംസ് എല്ലാം എന്താണ്, sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. അതായത് ദേ ആർ അറ്റാച്ച്ഡ് ടു ഈച്ച് അതർ ബൈ എ സിഗ്മ ആൻഡ് എ പൈ ബോണ്ട്. അതായത് ഒരു പൈ ബോണ്ടും ഒരു സിഗ്മ ബോണ്ടുമായിട്ട് രണ്ടും അറ്റാച്ച്ഡ് ആണ് എന്നുള്ളതാണ്. സിഗ്മ ബോണ്ട് എന്ത് ചെയ്യുന്നു, റിസൾട്ട് ഫ്രം ഓവർലാപ്പ് ഓഫ് 1 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഫ്രം 1 വിത്ത് sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ ഓഫ് അനദർ കാർബൺ. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഓവർലാപ്പിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ നടക്കുന്നുണ്ട്. സോ സിഗ്മ ബോണ്ട് എന്ത് ചെയ്യുന്നു, റിസൾട്ട് ഫ്രം ഓവർലാപ്പിംഗ് ഓഫ് 1 sp2 ഹൈബ്രിഡ് ഓർബിറ്റൽ. അതായത് ഒരു sp2 എന്താണ് ഹൈബ്രിഡ് ഓർബിറ്റിൽ നിന്ന് മറ്റൊരു sp2 ഹൈബ്രിഡ് ഓർബിറ്റ് എന്ത് ചെയ്യുന്നു, ഓഫ് അനദർ കാർബൺ എന്ത് ചെയ്യുന്നു, ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ദ പൈ ബോണ്ട് ഈസ് ഫോംഡ് ഫ്രം ദ ഓവർലാപ്പിംഗ് ഓഫ് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. സോ പൈ ബോണ്ട് എങ്ങനെ ഉണ്ടാവുന്നത്, ഫോം ഫ്രം ദ ഓവർലാപ്പ് ഓഫ് അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. അൺഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള ഓർബിറ്റൽ വഴിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ പൈ ബോണ്ട് ഉണ്ടാവുന്നത്. And the resulting sp2 orbital from sigma bond with hydrogen atom. അങ്ങനെ എന്ത് ചെയ്യുന്നു, sp2 ഓർബിറ്റലിൽ സിഗ്മ ബോണ്ട് വിത്ത് ഹൈഡ്രജൻ ആറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സോ ഇതാണ് ബേസിക്കലി ഹൈബ്രിഡൈസേഷൻ. പറഞ്ഞ 2-3 പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പൈയും ഉണ്ട്, എന്തുണ്ട്, നമ്മുടെ സിഗ്മയും ഉണ്ട്, 2 ബോണ്ടും ഉണ്ട്. സോ sp2ലാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ബോത്ത് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. സിഗ്മ ആണെങ്കിൽ, പൈ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, അൺഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റലിൽ ഓവർലാപ്പ് ചെയ്യുന്നു. ഇത്രയും പോയിന്റ് നിങ്ങൾ എഴുതും ഉണ്ടായിരിക്കണം. സോ മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ് ആണ് ഞാൻ 2-3 പറയുന്നുണ്ടാവുള്ളൂ. ഫസ്റ്റ് വൺ ഈസ് ഡീഹൈഡ്രേജനേഷൻ ഓഫ് ആൽക്കഹോൾ ആണ്. സോ ബേസിക്കലി ആൽക്കഹോൾ നമ്മൾ ഡീഹൈഡ്രജനേഷൻ റിയാക്ഷനിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ എന്തുണ്ടാകും, ഒരു ആൽക്കീനും ഉണ്ടാകും പ്ലസ് വാട്ടറും ഉണ്ടാകും എന്നുള്ളതാണ്. 2 ഡീഹൈഡ്രോജനേഷൻ ഓഫ് ആൽക്കിൽ ഹാലൈറ്റ്സ് ആണ്. നമ്മുടെ ആൽക്കിൽ ഹാലൈറ്റ്സ് ഹീറ്റ് ചെയ്തിട്ട് കോൺസെൻട്രേറ്റ് ആയിട്ടുള്ള KOHന്റെ പ്രസൻസിൽ വെക്കുവാണ് എന്നുണ്ടെങ്കിൽ ഇന്ന് ഹൈഡ്രജൻ ഹാലൈഡ് എലിമിനേറ്റ് ആവുകയും ആൽക്കീൻസ് ഫോം ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഡീഹൈഡ്രോ ഹാലോജനേഷൻ എന്ന് പറയാം. ഫസ്റ്റ് വൺ ഈസ് ആൽക്കഹോൾ ആണ്, നമ്മൾ നന്നായിട്ട് ചൂടാക്കുന്നു, ആൽക്കീൻസും വെള്ളവും ഉണ്ടാവുന്നു. രണ്ടാമത്തെ എന്താ പറഞ്ഞത്, ഇവിടെ കോൺസ്റ്റന്റ് സൊല്യൂഷൻ ഓഫ് KOHന്റെ പ്രസൻസിലാണ് ചെയ്യേണ്ടത്. ആൽക്കിൽ ഹാലൈറ്റ്സിനെ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ബേസിക് ആയിട്ട് ഒരു ആൽക്കീൻസ് ഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഡീഹാലോജനേഷൻ ഓഫ് ആൽക്കീൻ വിത്ത് സിങ്ക് ആണ്. ഇവിടെ ഡീഹാലോജനേഷൻ ആണ്. ഇവിടെ എന്താ പറഞ്ഞത്, ഡീഹൈഡ്രോ ഹാലോജനേഷൻ, രണ്ടും വ്യത്യാസമുണ്ട്. സോ ഇവിടെ എന്ന് വെച്ചാൽ ഡൈഹാലോജൻ ഡെറിവേറ്റീവ് ഓഫ് ആൽക്കീൻസ് ഹാവിംഗ് 2 ഹാലോജൻ ആറ്റം ഓൺ ദ അഡ്ജസന്റ് കാർബൺ ആർ ഹീറ്റഡ് വിത്ത് an active metal like zinc, then later remove the halogen atom to form alkene. അതായത് നമ്മുടെ കയ്യിൽ ഡൈഹാലോജൻ ഡെറിവേറ്റീവ് ഉണ്ട്, ആൽക്കീൻസിന്റെ ഡൈഹാലോജൻ ഡെറിവേറ്റീവ് ഉണ്ട്. അതിൽ 2 ഹാലോജൻ ആറ്റംസ് ഉണ്ട് എന്നുള്ളതാണ്. സോ ഓൺ അഡ്ജസന്റ് കാർബൺ. സോ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ മെറ്റൽ സിങ്കിന്റെ അടുത്തേക്ക് തന്നെ ആക്റ്റീവ് മെറ്റലായിട്ട് മെറ്റൽ സിങ്ക് വെച്ച് കഴിയുമ്പോൾ ചെയ്യുന്നു, നമുക്ക് അതിനുശേഷം റിമൂവ് ചെയ്തുകൊണ്ട് ഹാലോജൻ ആറ്റം എന്നും ആൽക്കീൻസ് റിമൂവ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഉണ്ടാക്കിയെടുക്കുന്ന രീതിയാണ് ഇത്. സോ ബേസിക്കലി 3 നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. ബാക്കി ഞാൻ കൊടുത്തിട്ടുണ്ട്, നോക്കുക മതി. സോ നെക്സ്റ്റ് വൺ ഈസ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ്. ആദ്യത്തെ 3 ആൽക്കീൻസ്, അത് ഈഥീൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ ഒക്കെ ഗ്യാസ് ആണ്, നോർമൽ ടെമ്പറേച്ചറിലുള്ള ഗ്യാസ് ആണ്. പിന്നെ 14 മെമ്പേഴ്സ് ലൈക്ക് ലിക്വിഡ് ആൻഡ് ദ ഹൈഡ്രോ കാർബൺ വിത്ത് മോർ ദൻ 18 ആറ്റംസ് ആണെങ്കിൽ സോൾഡ് ആയിരിക്കും. സോ 3 ഫോമിൽ ഞാൻ പറയുന്നുണ്ട്. സോ ഗ്യാസ് ആയിട്ടാണെങ്കിൽ ഈഥീൻ, പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ ആയിരിക്കും. നെക്സ്റ്റ് 14 മെമ്പേഴ്സ് ആണെങ്കിൽ ലിക്വിഡ്സ് ആയിരിക്കും. ഹൈഡ്രോ കാർബൺ വിത്ത് മോർ ദൻ 18 കാർബൺസ് ആണെങ്കിൽ സോളിഡ്സ് ആയിരിക്കും. സോ ബേസിക്കലി എല്ലാം
കളർലെസ്സും മോഡർലെസ്സും ആണ്. പിന്നെ ഒരു വോളറ്റൈൽ ആയിട്ടുള്ള ഒരു ലെസ് വോളറ്റൈൽ ആയിട്ടുള്ള ഒരു കറസ്പോണ്ടിങ് ആൽക്കെയിൻസ് ആണ്. പിന്നെ അത് മാത്രമല്ല ലോ ആൽക്കീൻസ് പവർഫുൾ ജനറൽ അനസ്തെറ്റിക്സ് ആണ് കേട്ടോ. നമ്മൾ അനസ്തേഷ്യക്ക് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഡ്രഗ്സും കൂടെയാണ്. സോ കെമിക്കൽ ക്യാരക്ടേഴ്സ് പറയാം. സോ കെമിക്കൽ ക്യാരക്ടേഴ്സ് നമ്മൾ അത്യാവശ്യം കൊടുത്തിട്ടുണ്ട്. ഒരു 4-5 ഒക്കെ നിങ്ങൾ നോക്കി വെച്ചാൽ മതിയായിരിക്കും. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഈ ഓക്സിഡേഷൻ, അഡിഷൻ, സബ്സ്റ്റിറ്റ്യൂഷൻ്റെ എല്ലാത്തിൻ്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ട് പറയുന്നുണ്ട്. സോ ബേസിക്കലി ഞാൻ ഓടിച്ചത് പറയാം കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കേണ്ടത് അഡിഷൻ റിയാക്ഷൻ ആണ്. സോ നമുക്ക് ഓൾറെഡി ജനറൽ ഫോമിൽ നമുക്കറിയാം അഡിഷൻ റിയാക്ഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇൻ ദിസ് റിയാക്ഷൻ റീജൻ ആഡ്സ് അലോങ് വിത്ത് ദ ഡബിൾ ബോണ്ട് വിച്ച് ദെൻ കൺവേർട്ട് ടു സിംഗിൾ ബോണ്ട്. അഡിഷൻ റിയാക്ഷനിൽ സിംഗിൾ ബോണ്ട് എന്ന് പറയുന്നത് ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞ സിംഗിൾ ബോണ്ടിലേക്കുള്ള കൺവേർഷൻ ആണ് അഡിഷൻ റിയാക്ഷൻ നടക്കുക. സോ നെക്സ്റ്റ് വൺ ഈസ് ഓക്സിഡേഷൻ ആണ്. നമുക്ക് ഓൾറെഡി അറിയാം എന്താ ഓക്സിഡേഷൻ അറിയാം അല്ലേ. സോ ഡബിൾ ബോണ്ട് ബീങ് എ വീക്ക് സ്പോട്ട് ഇൻ ദ മോളിക്യൂൾസ് റെഡിലി അറ്റാക്ക് ബൈ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. സോ ഈ ഡബിൾ ബോണ്ട് എന്ന് പറയുന്നത് ഒരു വീക്ക് സ്പോട്ട് ആയതുകൊണ്ട്, മോളിക്യൂൾസിന്റെ വീക്ക് സ്പോട്ട് ആയതുകൊണ്ട് ഓക്സിഡൈസിങ് ഏജന്റ് ഡബിൾ ബോണ്ടിനെ അറ്റാക്ക് ചെയ്യുകയും അങ്ങനെ മോളിക്യൂൾസ് ഓഫ് ആൽക്കീന് ഓക്സിഡൈസ് ആവുകയും അങ്ങനെ 2 സിമ്പിൾ ഓക്സിഡൈസിങ് പ്രൊഡക്റ്റ് ഉണ്ടാവുകയും അത് മേ ബി ആൽഡിഹൈഡ്സ്, കീറ്റോൺസ് ഓർ ഫാറ്റി ആസിഡ് ആകാം എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ആണ്. ഇവിടെ നമ്മൾ പറയുന്നത് ആൽക്കിൽ ഗ്രൂപ്പിന് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. സോ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുമ്പോൾ ഒന്നും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹൈഡ്രജൻ ആറ്റം റീപ്ലേസ് ചെയ്യാം ബൈ മോണോവാലന്റ് ആറ്റം ഓർ എ ഗ്രൂപ്പ്. അപ്പം എക്സാമ്പിൾ പറയുവാണെങ്കിൽ ക്ലോറിനേറ്റഡ് ഈസിലി, ഇറ്റ് ക്യാൻ ബി ക്ലോറിനേറ്റ് ഈസിലി ദ ആൽക്കിൻ പാർട്ട് ഓഫ് ദ മോളിക്യൂൾ ഡസ് നോട്ട് ഗീവ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. സോ ആൽക്കിൻ പാർട്ട് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കണ്ടാവില്ല. അപ്പം എന്തൊക്കെ പറഞ്ഞു, അഡിഷൻ പറഞ്ഞു, സിംഗിൾ ബോണ്ട് ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് ആവുന്നു, 2 ഓക്സിഡേഷൻ ആണ്, സിംഗിൾ ബോണ്ടിൽ പോയി അറ്റാക്ക് ചെയ്തിട്ട് 2 ഓക്സിജൻ പ്രൊഡക്റ്റ് ഉണ്ടാവുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറഞ്ഞു, അവിടെ എന്താ പറഞ്ഞത്, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഹൈഡ്രജൻ ആറ്റം റിപ്ലേസ് ചെയ്ത് മോണോവാലന്റ് ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പ് ആയിട്ട് റിപ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഈസ് പോളിമറൈസേഷൻ ആണ്. ഇവിടെ ദ വാലൻസി ബോണ്ട് കൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദ ഡബിൾ ബോണ്ട് ആർ നോട്ട് ഇൻ സ്റ്റേബിൾഡ് കണ്ടീഷൻ. സോ വാലൻസി ബോണ്ട് എന്താണ്, അല്ലെങ്കിൽ വാലൻസി ബോണ്ട് കൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഡബിൾ ബോണ്ടിൽ അത് സ്റ്റേബിൾഡ് കണ്ടീഷൻ അല്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സോ ദേ ബിക്കം ഓൾ മോർ ലയബിൾ അറ്റ് ഹൈ ടെമ്പറേച്ചർ. സോ ഹയർ ടെമ്പറേച്ചറിൽ എന്ത് ചെയ്യുന്നു, ലേബിൾ ആകുന്നു എന്നുള്ളതാണ്. സോ ദീസ് മോളിക്യൂൾസ് ഓഫ് ആൽക്കീൻസ് പിന്നെ ജോയിൻ ടുഗദർ ചെയ്ത് ഹൈ മോളിക്കുലർ വെയിറ്റിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയാം, പോളിമറൈസേഷൻ എന്ന് പറയാം. ഇതൊക്കെ ഒരു ജനറൽ കൺസിഡറേഷൻ ആണ്, നിങ്ങൾ നോക്കി മാത്രം വെച്ചിരുന്നാൽ മതി. സോ നെക്സ്റ്റ് വൺ ഇസ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ പറയുന്നുണ്ട്. സോ വെൻ ദ വേപ്പർ ഓഫ് ദ ആൽക്കിൻ മിക്സ് വിത്ത് ഹൈഡ്രജൻ, നമ്മൾ ആൽക്കിൻ പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ഫൈനലി ഡിവൈഡ് നിക്കൽ വെച്ചിട്ട് ഹൈ ടെമ്പറേച്ചർ നമ്മൾ കടത്തി വിടുമ്പോൾ എന്ത് ചെയ്യുന്നു, മോളിക്യൂൾസ് ഓഫ് ഹൈഡ്രജൻ ഡബിൾ പോയിന്റ് ഗീവ് ആൽക്കിൻ. സോ ഡബിൾ ബോണ്ട് എല്ലാം ആൽക്കീൻസ് തരുന്നു എന്നുള്ളതാണ്. റിയാക്ഷൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ഹാലജൻ ആണ്. ഇവിടെ ആൽക്കീൻസ് റിയാക്ട് ചെയ്യുന്നു വിത്ത് ഹാലജൻ, പേര് പറയുന്ന പോലെ ഹാലജൻ ആയിട്ട് ആക്ട് ചെയ്യുകയും അങ്ങനെ ഡൈ ഹാലജൻ ഡെറിവേറ്റീവ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇത് ജനറൽ റിയാക്ഷൻ ആണ് കേട്ടോ. അപ്പോൾ ആൽക്കീൻസിന്റെ ഏത് ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ ജനറൽ റിയാക്ഷൻ എഴുതാൻ മാർക്ക് കിട്ടും. അപ്പോൾ ഒന്നും കൂടെ പറയാം, ഫസ്റ്റ് വൺ ഈസ് അഡിഷൻ ഓഫ് ഹൈഡ്രജൻ ആണ്. ഹൈഡ്രജൻ പാസ് ചെയ്യുന്നു ആൻഡ് ഓവർ ഫൈനലി നിക്കൽ അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചർ നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പോൾ ഡബിൾ ബോണ്ട് ഗീവ്സ് ആൽക്കീൻസ് ആണ്. ഹാലജൻ ആണെങ്കിൽ ഹാലജൻ അഡിഷൻ ആണ്, ഡൈ ഹാലജൻ ഡെറിവേറ്റീവ് ഉണ്ടാവുന്നു. സോ ഹാലജൻ ആസിഡ് ആണ് അഡിഷൻ ഓഫ്, അവിടെയും ഹാലജൻ ആസിഡ് ആഡ് ചെയ്യുമ്പോൾ ആൽക്കൈൽ ഹാലൈറ്റ്സ്, ആൽക്കീൻസ് ഗീവ്സ് ആൽക്കൈൻ ഹാലൈറ്റ്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് അഡിഷൻ ഓഫ് ഹൈപ്പോ ഹാലസ് ആസിഡ് ആണ്. ഇവിടെ ലെസ് എക്സ്റ്റെന്റ് ഹൈപ്പോ ബ്രോമസ് ആസിഡ് ആണ് നമ്മൾ ആഡ് ചെയ്യുക. സോ റിയാക്ട് വിത്ത് ആൽക്കീൻ ടു ഫോം ഹാലോ ജനോ ഹൈഡ്രൈഡ് ആണ്. സോ ബേസിക്കലി ജനറൽ മെത്തേഡ്സുകളിൽ ഒരു 3 ഒക്കെ പഠിച്ചു വെച്ചാൽ മതിയായിരിക്കും. പിന്നെ സൾഫ്യൂരിക് ആസിഡ് ആഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ആൽക്കലേഷൻ വരുന്നുണ്ട്. സോ നെക്സ്റ്റ് വൺ ഈസ് ഓക്സിഡേഷൻ ആണ് കേട്ടോ. അപ്പം ഓൾറെഡി ഓക്സിഡേഷൻ പറഞ്ഞു, നമ്മൾ എന്താ പറഞ്ഞത്, ആ ഡബിൾ ബോണ്ട് ഉണ്ട്, അതൊരു വീക്ക് പോയിന്റ് ആണ്, അവിടെ പോയിട്ട് 2 ഓക്സിഡൈസിങ് പ്രൊഡക്റ്റ് ഉണ്ടാവും, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. സോ ആൽക്കീൻസ് ആർ മോർ readily oxidized than alkanes. The site of attack being the double bond. The nature of oxidation product obtained in a particular case depend upon strength of oxidizing agent deployed. So നമ്മൾ ഓക്സിഡേഷൻ റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതാണോ ഓക്സിഡൈസിങ് ഏജന്റ് ഉപയോഗിക്കുന്നത് അതിന്റെ ബലവും ശക്തിയും പോലെ ഉണ്ടായിരിക്കും അത് ഓക്സിഡേഷൻ നടക്കണോ വേണ്ടിയോ തീരുമാനിക്കുക. അപ്പം നമ്മളൊരു ലാർജ് എക്സ്റ്റെന്റ് ഓഫ് ഓക്സിഡൈസിങ് റീജന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏജന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഓക്സിഡേഷൻ കപ്പാസിറ്റി കൂടുതലായിരിക്കും. ഇനി മൈൽഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ 1% പൊട്ടാസ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ ദ ആൽക്കീൻ ആഡ് 2 OH ഗ്രൂപ്പ് ആൻഡ് ദ ഡബിൾ ബോണ്ട് ദസ് ഫോം എ ഗ്ലൈക്കോൾ. സോ അവിടെ ഡബിൾ ബോണ്ട് ഗ്ലൈക്കോൾ ആയിട്ട് ഫോം ചെയ്യുന്നു.
ഓക്സിഡൈസിങ് ഏജന്റ് കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. സോ നെക്സ്റ്റ് വൺ ഈസ് ഐസോമറേഷൻ ആണ്. ആൽക്കീൻസ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രസൻസ് ഓഫ് കാറ്റലൈസിൽ ഐസോമറൈസേഷൻ പോവുകയും ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് കാർബൺ ആറ്റത്തിനേക്കാൾ കൂടുതലാവുന്നു. ഒന്നും കൂടെ പറയാം, ആൽക്കീൻസ് ഓൺ ഹീറ്റിംഗ് ഓർ ഇൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് അണ്ടർഗോ ഐസോമറൈസേഷൻ വെൻ ദ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ടു എ കാർബൺ ആറ്റം വിത്ത് ഗ്രേറ്റർ ബ്രാഞ്ചിങ് ഓർ വൺ സെൻട്രൽ ലൊക്കേറ്റ് ഇൻ ദ മോളിക്യൂൾ. അപ്പം ഇവിടെ എന്ത് സംഭവിക്കുക, ആൽക്കീൻസ് ചൂടാക്കുവാണ്, അല്ലെങ്കിൽ നമ്മൾ കാറ്റലിസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യുന്നു, ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് കാർബൺ ആറ്റം വിത്ത് ഗ്രേറ്റർ ബ്രാഞ്ചിങ്. സോ കാർബൺ ആറ്റം വിത്ത് ഗ്രേറ്റർ ബ്രാഞ്ചിങ് ഉള്ളതിലേക്ക് ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ആവുകയോ അല്ലെങ്കിൽ ഒരു മോളിക്യൂളിന്റെ സെർട്ടൻ ലൊക്കേഷനിൽ മാത്രമേ മാറുകയുള്ളൂ എന്നുള്ളതാണ്. സോ ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. സോ കാർബൺ വിത്ത് ബ്രാഞ്ച് ഒക്കെ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ ഡബിൾ ബോണ്ട് എന്ത് ചെയ്യുന്നു, കാർബണിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് ഐസോമറൈസേഷൻ കൊണ്ട് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, വേറൊന്നുമില്ല. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ പറയുന്നുണ്ട്, ആൽക്കീൻസ് ക്ലോറിനേറ്റഡ് അറ്റ് ഹൈ ടെമ്പറേച്ചറിലാണ് എന്നുണ്ടെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വിത്ത് ആൽക്കിൽ ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. അതേപോലെ പോളിമറൈസേഷൻ പറയുന്നുണ്ട്. അതൊക്കെ നോക്കി പോയാൽ മതിയാവും, ഒരു 3 ഒക്കെ പഠിച്ചാൽ മതിയായിരിക്കും. സോ നെക്സ്റ്റ് വൺ ഈസ് കോൺജുഗേറ്റ് ഡൈയിൻസ് ആണ്. സോ ആൽക്കീൻസിൽ 2 കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്, അതിനാണ് നമ്മൾ ഡൈയിൻസ് അല്ലെങ്കിൽ ആൽക്ക ഡൈയിൻസ് എന്ന് പറയാം. ആൽക്കീൻസിൽ 2 കാർബൺ വിത്ത് ഡബിൾ ബോണ്ട് ആണ് എന്നുണ്ടെങ്കിൽ ഡൈയിൻസ് എന്ന് പറയും. ഈ ഡബിൾ ബോണ്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് സിംഗിൾ ബോണ്ട് ആക്കണമല്ലോ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, കോൺജുഗേറ്റഡ് ഡൈയിൻസ് എന്ന് പറയാം. The double bond are separated by one single bond. The diene is called conjugate diene. അപ്പം ഡബിൾ ബോണ്ട് മാറി സിംഗിൾ ബോണ്ട് ആവുന്നതിന് കോൺജുഗേറ്റ് ഡൈൻസ് എന്ന് പറയും. ഇഫ് ദ ഡബിൾ ബോണ്ട് ഈസ് സെപ്പറേറ്റ് ബൈ മോർ ദാൻ 1 ഡബിൾ ബോണ്ട്, സോ നമ്മൾ ഈ ഡബിൾ ബോണ്ട് സെപ്പറേറ്റ് ചെയ്ത് കൂടുതൽ 1 ഡബിൾ ബോണ്ട് ആയിട്ട് മാറുവാണ് എന്നുണ്ടെങ്കിൽ നോൺ കോൺജുഗേറ്റ് ഡൈൻസ് അല്ലെങ്കിൽ ഐസൊലേറ്റ് ഡൈൻസ് എന്ന് പറയുന്നു. സോ ബേസിക്കലി ഡബിൾ ബോണ്ട് ഉണ്ട്, അത് സെപ്പറേറ്റ് ചെയ്ത് കൂടുതൽ ഡബിൾ ബോണ്ട് ഉണ്ടാവുന്നത് കുറയുന്നില്ല, പകരം കൂടുതൽ ഡബിൾ ബോണ്ട് ഉണ്ടാവുകയാണെങ്കിൽ നോൺ കോൺജുഗേറ്റ് എന്ന് പറയുന്നു എന്നുള്ളതാണ്. സ്ട്രക്ചർ കൊടുത്തിട്ടുണ്ട്, നോക്കി തന്നെ വെക്കുക, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്, വരച്ചു വെക്കണം. സോ മെത്തഡ് ഓഫ് പ്രിപ്പറേഷൻ പറയുന്നത്, ഫസ്റ്റ് വൺ ഈസ് ഹീറ്റിംഗ് വിത്ത് 1,4-ഡൈക്ലോറോബ്യൂട്ടീൻ വിത്ത് ആൽക്കഹോളിക് KOH. സോ നമ്മൾ ഡൈക്ലോറോബ്യൂട്ടീനെ ആൽക്കഹോളിക് KOHുമായി ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഡീഹൈഡ്രോ ഹാലോജിനേഷൻ റിയാക്ഷൻ ആണ്. സെക്കൻഡ് വൺ ഈസ് 1,4-ബ്യൂട്ടാഡയോൾ ആണ്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, കാറ്റലൈസ് ചെയ്യുകയാണ്, ഡീഹൈഡ്രോജനേഷൻ കാറ്റലൈസ് ബൈ ആസിഡ് ചെയ്യുന്ന സമയത്ത് 1,3-ബ്യൂട്ടാഡൈൻസ് ആയിട്ട് മാറുന്നു. 2 N-ബ്യൂട്ടൈൻ ആണ്. 600 ഡിഗ്രി സെൽഷ്യസിൽ Cr2O3 അല്ലെങ്കിൽ Al2O3 വഴി നമ്മളൊരു കാറ്റലൈസ് ഉപയോഗിച്ചുകൊണ്ട് 1,3-ബ്യൂട്ടാഡൈൻസ് ആക്കുകയാണ് ചെയ്യുക. സോ ഇവിടെ നമുക്ക് മെത്തേഡ് ഓഫ് കോൺജുഗേഷൻ ഡൈൻസിൽ 2 ഒക്കെ പഠിച്ചാൽ മതിയായിരിക്കും. സോ ബാക്കി നമ്മൾ എഴുതി ബലിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് കെമിക്കൽ റിയാക്ഷൻ ആണ്. ഇത് പഠിക്കുക, ഈ സാധനം നല്ല പോലെ പഠിക്കുക, ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് പഠിച്ചാൽ നിങ്ങൾക്ക് 2 പഠിക്കാൻ പറ്റും. സോ ഇവിടെ 1,2 അഡിഷൻ ഉണ്ട്, 1,4 അഡിഷൻസ് നടക്കുന്നുണ്ട്. സോ 1,3-ബ്യൂട്ടാഡൈൻസിനെ HBrന്റെ പ്രസൻസിൽ 1,2 അഡിഷൻ ആണ് എന്നുണ്ടെങ്കിൽ 3-ബ്രോമോ-1-ബ്യൂട്ടീൻ അറ്റ് ലോ ടെമ്പറേച്ചർ ആയിരിക്കും. ഇനി ഹൈ ടെമ്പറേച്ചർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1-ബ്രോമോ-2-ഈൻസ് ആയിരിക്കും. സോ ടെമ്പറേച്ചർ വേരിയേഷൻ അനുസരിച്ച്, അതായത് ഇപ്പം എത്രയാണോ ടെമ്പറേച്ചർ എന്നുള്ളത് പ്രിഫർ ചെയ്തുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുക, ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ആയാലും, ഇപ്പോൾ ഷിഫ്റ്റ് കണ്ടോ, ഈ ഡബിൾ ബോണ്ട് ഷിഫ്റ്റ് ആയാലും അറ്റാച്ച്മെന്റ് ആയാലും അത് മാറിക്കൊണ്ടേ ഇരിക്കുന്നതും പ്രൊഡക്റ്റ് മാറിക്കൊണ്ടിരിക്കുന്നത്. സോ മെക്കാനിസം കൊടുത്തിട്ടുണ്ട്. ആദ്യം HBr അയണൈസ് ചെയ്യുന്നു, പ്രോട്ടോണും ആൻഡ് ബ്രോമിൻ്റെയും കേസിൽ. രണ്ടാമത് H+ അറ്റാക്ക് നടക്കുന്നു, ഡബിൾ ബോണ്ടിലാണ് നടക്കുന്നത്. അതിനുശേഷം ലാസ്റ്റ് നടക്കുന്നത് ബ്രോമൈഡ് അയൺസ് കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ കമ്പൈൻ ചെയ്യുന്നു, 2 മിക്സ്ചർ ഓഫ് കോമ്പൗണ്ട്സ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഇത് മെക്കാനിസം എന്ന് പറയുന്നത് ബേസിക്കലി നമുക്ക് അങ്ങനെ ചോദിക്കണം എന്നില്ല, നമുക്ക് അധികം മാർക്ക് സ്കോർ ചെയ്യണം, ഇച്ചിരി കൂടെ നമുക്ക് മാർക്ക് വേണമെങ്കിൽ മാത്രമേ മെക്കാനിസം ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റെപ്പ് 1 HBr അയണൈസേഷൻ നടക്കുന്നു, അങ്ങനെ H+ അറ്റാക്ക് നടക്കുന്നു, അങ്ങനെ നിങ്ങൾ എഴുതി പോവുക. ബേസിക് ഇങ്ങനെ സ്റ്റെപ്പ് 1 ഇതാണ്, സ്റ്റെപ്പ് 2 ഇതാണ്, സ്റ്റെപ്പ് 3 ഇതാണെന്ന്, അല്ലാണ്ട് വരക്കാൻ നിൽക്കണം എന്നില്ല, ഓർമ്മ ഇല്ലെങ്കിൽ വരക്കാൻ നിൽക്കണം എന്നില്ല. സോ നെക്സ്റ്റ് വൺ ഈസ് അഡിഷൻ ഓഫ് ഹാലജൻസ് ആണ്. സോ പേര് പറയുന്ന പോലെ തന്നെ ഹാലജൻ ഗ്രൂപ്പ് നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ആ സമയത്ത് ബേസിക്കലി അത് മാത്രമല്ല, ഇവിടെ Br2 ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്, പിന്നെ CCl4 സോൾവെന്റ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ 3,4-ഡൈബ്രോമോ-ബ്യൂട്ടൻ 1-ഈനും കിട്ടാറുണ്ട്, 1,4-ഡൈബ്രോമോ-ബ്യൂട്ടൻ 2-ഈനും കിട്ടുന്നുണ്ട്.
സോ ഇതൊക്കെ സിമ്പിൾ ആണ് കേട്ടോ. സോ നമുക്കറിയാം ഹാലജൻസിൽ Br2 ആഡ് ചെയ്യുന്നപ്പോൾ 2 കോമ്പൗണ്ട് നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രജൻ ആണ്. ഇവിടെ നമ്മൾ PT അല്ലെങ്കിൽ H2ന്റെ പ്രസൻസിലാണ്. സോ ബ്യൂട്ടിൻ 1E-നും ബ്യൂട്ടിൻ 2E-നും. സോ ഇവിടെ നമുക്ക് എന്താണ്, ഇത് കോൺജുഗേറ്റ് ആണ്. അപ്പോൾ കോൺജുഗേറ്റ് ആവുന്നതുകൊണ്ട് രണ്ടെണ്ണം ഫോം ചെയ്യുന്നത്. ഡബിൾ ബോണ്ട് നമുക്ക് ഡബിൾ ബോണ്ട് വീണ്ടും ഡബിൾ ബോണ്ട് വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുവാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് കോൺജുഗേഷൻ നടക്കുന്ന പ്രോസസ്സാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് പോളിമറൈസേഷൻ ആണ്. പിന്നെ ഡൈൽസ് ആൽഡിഹൈഡ് റിയാക്ഷൻ. സോ നിങ്ങൾക്ക് പറ്റുന്ന റിയാക്ഷൻസ് ഒക്കെ മാക്സിമം ഒന്ന് പഠിച്ച് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, സ്റ്റെബിലിറ്റി ഓഫ് കോൺജുഗേറ്റ് ഡൈൻ. സോ കോൺജുഗേറ്റ് ഡൈൻസ് എങ്ങനെയാണ് സ്റ്റെബിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ രണ്ട് പിക്ചറിൽ ഇത് വരക്കാൻ നിങ്ങൾ പഠിക്കുക. അതായത് ഓൾ ദ 4 കാർബൺ ആർ sp2 ഹൈബ്രിഡൈസ്. ഇതിൽ 4 കാർബൺസ് എന്താണ്, sp2 ഹൈബ്രിഡൈസ്ഡ് ആണ്. ഓരോന്നും നോട്ട് ചെയ്ത് വെക്കുക. ഇനി sp2 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ ഓവർലാപ്പ് ഈച്ച് അതർ വിത്ത് s ഓർബിറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ടു ഫോം CH-CC സിഗ്മ ബോണ്ട്. സോ ബേസിക്കലി നമുക്ക് CHഉം CC സിഗ്മ ബോണ്ടും ഫോം ചെയ്യണം. സോ ഇതെങ്ങനെ ഫോം ചെയ്യാന്ന് വെച്ചാൽ sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ ഉണ്ടല്ലോ, ഇത് രണ്ടും ഓവർലാപ്പ് ചെയ്യുന്നുണ്ട് ആരുമായിട്ട്, s ഓർബിറ്റൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം ആയിട്ട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് CHഉം C സിഗ്മ ബോണ്ടും ഫോം ചെയ്യുന്നത്. അങ്ങനെ ബിക്കോസ് ദ 3 bonds ആർ ഫോം ബൈ ഓവർലാപ്പിംഗ് ഓഫ് sp2 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ, അതായത് ട്രൈഗണൽ ആയിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. അതായത് എന്ത് ചെയ്യുന്നു, 3 bonds ഓവർലാപ്പ് ചെയ്യുന്നു ഓഫ് sp2 ഹൈബ്രിഡൈസ് ഓർബിറ്റൽ. സോ ഓൾ കാർബൺസ് ആൻഡ് ഹൈഡ്രജൻ ലൈസ് ഇൻ വൺ പ്ലെയിൻ ആൻഡ് ഈച്ച് കാർബൺ കണ്ടെയ്ൻ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ. സോ ഈ 3 വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, അത് 3 ഇങ്ങനെ ഒരുമിച്ച്, സോ എല്ലാ കാർബൺസും ഒരേ ലൈനിൽ തന്നെ വരുവാണ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുന്നു, അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റലായിട്ട് മാറുന്നു. അപ്പം എന്തൊക്കെ ഞാൻ പറഞ്ഞു, ഫസ്റ്റ് വൺ ഈസ് എല്ലാ കാർബണും sp2 ഹൈബ്രിഡൈസ്ഡ് ആണെന്ന് പറഞ്ഞു അല്ലേ. അതിന് കാരണമാണ് ഈ sp2 ഹൈബ്രിഡൈസ് എന്ന് പറയാനുള്ള കാരണം എന്താണ്, ഇതാണ്. ബിക്കോസ് 3 bonds ആർ ഫോംഡ് ബൈ ഓവർലാപ്പിംഗ് ഓഫ് sp2 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽ. സോ ഓൾ ദ കാർബൺ ആൻഡ് ഹൈഡ്രജൻ ലൈസ് ഇൻ വൺ പ്ലെയിൻ ആൻഡ് ഈച്ച് കണ്ടെയ്ൻ അൺഹൈബ്രിഡൈസ്ഡ് p ഓർബിറ്റൽ. Okay, the p orbital of C2 and overlap with the p orbital of C1 and C3. അപ്പം നമ്മുടെ p orbital എന്തുണ്ട്, C2 the p orbital of C2, നമ്മുടെ C2ന്റെ കാർബൺ 2ന്റെ p orbital എന്ത് ചെയ്യാൻ പറ്റും, ഓവർലാപ്പ് ചെയ്യാൻ പറ്റും ആരുമായിട്ട്, വിത്ത് p orbital of C1 and C3. C1ഉം C3ന്റെയും p ഓർബിറ്റലുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓവർലാപ്പ് ചെയ്യാനായിട്ട് പറ്റും. The p orbital of C3 can overlap with C2 and C4. C3 ആണെങ്കിലോ p orbital of C3 ആണെങ്കിലോ C2 C4ഉമായിട്ട് ഓവർലാപ്പ് ചെയ്യാൻ പറ്റും. സോ ഓൾ ദ 4 p ഓർബിറ്റൽ ഓവർലാപ്പ് ടു ഫോം എ ലാർജ് പൈ മോളിക്യൂൾ ഓർബിറ്റൽ. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ 4 p ഓർബിറ്റൽസിൽ നിന്ന് ഓവർലാപ്പ് ചെയ്ത് പൈ മോളിക്യൂൾ ഓർബിറ്റൽസിലാവുകയും അങ്ങനെ ഓൾ ഓഫ് ദ പൈ ഇലക്ട്രോൺ അട്രാക്ട് വിത്ത് ഈച്ച് ഓഫ് ദ കാർബൺ. അപ്പം എന്തെന്നു, എല്ലാ പൈ ഇലക്ട്രോൺസിൽ നിന്നും എല്ലാ കാർബണുമായിട്ട് അട്രാക്ട് ആവുകയും ഈ ഓവർലാപ്പ് പിന്നെ സ്പ്രെഡ് ആവുകയും ചാർജ് ഫുള്ളി ഡിസ്ട്രിബ്യൂട്ട് ആവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മിക്കവാറും 5 മാർക്കിനൊക്കെ ചോദിക്കാം, 10 മാർക്കിൻ്റെ ഒക്കെ സബ് ഡിവിഷനായിട്ടും ചോദിക്കാം. സോ ഇവിടെ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ കോൺജുഗേഷൻ ഓഫ് ഡൈൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അത് ചോദിക്കാനുള്ള ചാൻസ് ആണ്. പിന്നെ നമ്മളെ കോൺജുഗേഷൻ ഡൈൻസും മേ ബി ചോദിക്കാം, അതൊക്കെ ഒരു 5 മാർക്കിനൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. സോ ബാക്കിയൊക്കെ ജനറൽ റിയാക്ഷൻസ് ആണ്, അതൊന്നും അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ നമുക്ക് ഈ സൈക്ലോ ആൽക്കീൻസ് ഒക്കെ ഉള്ളത് കൊണ്ട് മിക്കവാറും അവിടെ നിന്നൊക്കെ ആയിരിക്കും ചോദിക്കുക. റൂൾസ് ഒന്നും അങ്ങനെ അധികം ചോദിക്കാനുള്ള ചാൻസ് കുറവാണ്. സോ ഇത്രയേ ഉള്ളൂ, ഒരു സിമ്പിൾ ചാപ്റ്റർ ആണ്. നിങ്ങൾ ഇപ്പോഴും പറയുന്ന ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് പഠിക്കേണ്ടതാണ്. ഒരാൾക്ക് പറഞ്ഞു തരിക അതിനേക്കാൾ നല്ലത് അത് ബൈ ഹാർട്ട് ആക്കുക എന്നുള്ളതാണ്. സോ മാക്സിമം ബൈ ഹാർട്ട് ചെയ്യാൻ നോക്കുക റിയാക്ഷൻസ് ഒക്കെ. കാര്യം എവിടെ ഉപയോഗിക്കുന്നു, ഏത് റിയേജൻ്റ് ആണ്, എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാൻ നോക്കുക. പക്ഷേ ജനറൽ മെക്കാനിസം അറിഞ്ഞിരിക്കുകയും വേണം, അത് മനസ്സിലാക്കി പഠിച്ചാൽ മതിയാകും. സോ നെക്സ്റ്റ് കാണാം. താങ്ക് യു.